Hello students, we are discussing the optical isomerism. ഓക്കെ, നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടാർട്ടാറിക് ആസിഡിലെ ഒപ്റ്റിക്കൽ ഐസോമറിസം പഠിച്ചു. അതുപോലെ റെസിമൈസേഷൻ എന്താണെന്നും റെസൊല്യൂഷൻ എന്താണെന്നൊക്കെ അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചു. ഡയസ്റ്റീരിയോമേഴ്സ്, എനാൻഷ്യോമേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് റെസിമൈസേഷനെയും റെസൊല്യൂഷനെയും കുറച്ചും കൂടെ ഡീപ്പായിട്ട് എക്സാമ്പിൾസ് സഹിതം പഠിക്കാം. അപ്പോൾ റെസിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ പ്രോസസ് ഇൻ വിച്ച് വൺ എനാൻഷ്യോമർ ഓഫ് എൻ ഓപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ റെസിമിക് മിക്സ്ചർ ഈസ് കോൾഡ് റെസിമൈസേഷൻ. അതായത് റെസിമിക് മിക്സ്ചർ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് റെസിമൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, റെസിമിക് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പകുതി ഇക്യുമോളാർ മിക്സ്ചർ ഓഫ് ഡി ആൻഡ് എൽ എനാൻഷ്യോമേഴ്സ് ആർ നോൺ ആസ് റെസിമിക് മിക്സ്ചർ. ഡിയും എല്ലും കൂടി ഇക്യുമോളാർ മിക്സ്ചർ കമ്പൈൻ ചെയ്തിട്ടുള്ള ഫോമാണ് റെസിമിക് മിക്സ്ചർ എന്ന് പറയുന്നത്. റെസിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിമിക് മിക്സ്ചർ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അതായത് നമ്മളെ കയ്യിലൊരു എനാൻഷ്യോമർ ഉണ്ട് എന്ന് വിചാരിക്കുക. സേ ഡി ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഡി ലാക്റ്റിക് ആസിഡ് നമ്മളെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. ഈ ഡി ലാക്റ്റിക് ആസിഡ് 50 ഗ്രാമാണ് നമ്മളെ കയ്യിലില്ല, അല്ലെങ്കിൽ 50 മോളാണ് നമ്മളെ കയ്യിലുള്ളത് എങ്കിൽ ആ ലാക്റ്റിക് ആസിഡിൻ്റെ പകുതി ഭാഗത്തെ, ഡി ലാക്റ്റിക് ആസിഡാണ് നമ്മളെ കയ്യിലുള്ളത്, ആ ഡി ലാക്റ്റിക് ആസിഡിൻ്റെ പകുതി ഭാഗത്തെ എൽ ഫോം ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25 മോൾസ് ഡി ലാക്റ്റിക് ആസിഡും 25 മോൾസ് എൽ ലാക്റ്റിക് ആസിഡുമായിട്ട് മാറും. അതായത് ഡിയുടെയും എല്ലിൻ്റെയും ഇക്യുമോളാർ മിക്സ്ചർ. അതിനെയാണ് നമ്മൾ റെസിമിക് മിക്സ്ചർ എന്ന് വിളിക്കുക. ഇപ്പോൾ നമ്മൾ നടത്തിയ ആ പ്രോസസ്സിനെയാണ് റെസിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെസിമൈസേഷൻ, the process in which one enantiomer of an optically active compound is converted into a racemic mixture is called racemization. The process of racemization involves the conversion of half of one enantiomer into the other enantiomer. അതാണ് ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത്. It may be carried out by the action of heat, light or chemical agents depending upon the nature of the compound concerned and involves intramolecular rearrangement. അപ്പോൾ ഒരു എനാൻഷ്യോമറിൻ്റെ ഹാഫിനെ നമ്മൾ മറ്റൊരു എനാൻഷ്യോമറായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് സാധാരണഗതിയിൽ റെസിമൈസേഷനിൽ ചെയ്യുക. ഓക്കെ, അത് റെസിമൈസേഷൻ നമ്മൾ നടത്തുന്നത് ഹീറ്റ്, ലൈറ്റ്, കെമിക്കൽ ഏജൻറ്റ്സ്, അത് അങ്ങനെയുള്ള റിയേജൻസ് യൂസ് ചെയ്തിട്ടാണ്. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. Lactic acid undergoes racemization readily in the presence of a base through the formation of unstable enol form. ഓക്കെ, ഇപ്പോൾ ലാക്റ്റിക് ആസിഡ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണിത്. ഡി ലാക്റ്റിക് ആസിഡിനെ എന്ത് ചെയ്യുന്നു? റെസിമിക് ലാക്റ്റിക് ആസിഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഡി ലാക്റ്റിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു റെസിമിക് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ എക്സാമിന് റെസിമൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ റെസിമൈസേഷൻ ഇന്നതാണ് എന്ന് പറയണം. അതിൻ്റെ കൂടെ ഈ എക്സാമ്പിൾ കൂടി എഴുതി വെക്കണം. ഓക്കെ, ഇപ്പോൾ ഡി ലാക്റ്റിക് ആസിഡിൻ്റെ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒപ്റ്റിക്കൽ ഐസോമറിസം ഇൻ ലാക്റ്റിക് ആസിഡ് നമ്മൾ പഠിച്ചു. അതിലെ ഒരു എനാൻഷ്യോമറാണ് ഡി ലാക്റ്റിക് ആസിഡ്. ഈ ഡി ലാക്റ്റിക് ആസിഡ് എന്ത് സംഭവിക്കുന്നു? ആദ്യം ടോട്ടോമറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. ടോട്ടോമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറ്റോ ഈനോൾ ഫോം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അതായത് ഫസ്റ്റ് കേസിൽ ഇത് എന്താണ്, കീറ്റോ ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ടോട്ടോമറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈനോൾ ഫോം ആയി മാറും. ഈനോൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടും OH കൂടി വന്നു കഴിഞ്ഞാലാണ് നമ്മളതിനെ ഈനോൾ എന്ന് വിളിക്കുക. ഈ ടോട്ടോമറൈസേഷനെ വിളിക്കുന്ന വേറൊരു പേരാണ് കീറ്റോ ഈനോൾ ഐസോമറിസം, അല്ലെങ്കിൽ കീറ്റോ ഈനോൾ ടോട്ടോമേഴ്സ് എന്ന് വിളിക്കും. അതായത് ഇത് കീറ്റോ ഫോമാണ്, C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഡബിൾ ബോണ്ടും ഉണ്ട്, OH ഉണ്ട്, അതാണ് ഈനോൾ ഫോം എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇക്വിലിബ്രിയത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇത് കീറ്റോ ഫോം ഈനോൾ ഫോമായും ഈനോൾ ഫോം കീറ്റോ ഫോമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്.
അപ്പോൾ ഇത് അൺസ്റ്റേബിൾ ആണ് ഈനോൾ ഫോം എന്ന് പറയുന്നത്. ഈനോൾ ഫോം അൺസ്റ്റേബിൾ ആണ്. ആ ഈനോൾ ഫോമിന് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഈനോൾ ഫോം എന്ത് ചെയ്യുന്നു? അണ്ടർഗോസ് റെസിമൈസേഷൻ. ഓക്കെ, റെസിമൈസേഷൻ നടന്നിട്ട് എന്തായി മാറുന്നു? ഡി ലാക്റ്റിക് ആസിഡിൻ്റെയും എൽ ലാക്റ്റിക് ആസിഡിൻ്റെയും റെസമിക് മിക്സ്ചറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് മാലിക് ആസിഡിനെ എന്ത് ചെയ്യാം? റെസിമൈസേഷൻ നടത്താം ഒരു ബേസ് യൂസ് ചെയ്തിട്ട്. ടാർട്ടാറിക് ആസിഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസമിക്കും മീസോഫോംസും നമുക്ക് ലഭിക്കും. ടാർട്ടാറിക് ആസിഡ് എടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസമിക് മിക്സ്ചറും മീസോഫോമും കൂടിയുള്ളതാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെസിമൈസേഷൻ ഒരു എനാൻഷ്യോമറിൻ്റെ പകുതി ഭാഗത്തിനെ എന്താക്കി മാറ്റുന്നു? അതിൻ്റെ രണ്ടാമത്തെ എനാൻഷ്യോമർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതിനൊരു എക്സാമ്പിളാണ് ഡി ലാക്റ്റിക് ആസിഡിനെ റെസമിക് ലാക്റ്റിക് ആസിഡാക്കി മാറ്റുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ റെസൊല്യൂഷൻ പറഞ്ഞു. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസമിക് മിക്സ്ചറിനെ ഡിയും എല്ലും എനാൻഷ്യോമേഴ്സ് ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുക. ദ സെപ്പറേഷൻ ഓഫ് എ റെസമിക് മിക്സ്ചർ ഇൻ ടു ഇറ്റ്സ് ഡി ആൻഡ് എൽ എനാൻഷ്യോമേഴ്സ് ഈസ് കോൾഡ് റെസൊല്യൂഷൻ. അതായത് സാധാരണഗതിയിൽ ഈ എനാൻഷ്യോമേഴ്സിൻ്റെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള എനാൻഷ്യോമേഴ്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. സാധാരണഗതിയിൽ നമ്മൾ സെപ്പറേഷന് ഉപയോഗിക്കുന്ന ടെക്നിക്സാണ് ഡിസ്റ്റിലേഷനും ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷനൊക്കെ. ഓർഡിനറി മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷനൊക്കെയാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. പെട്രോളിയം ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് ഇതൊക്കെ. പക്ഷേ ഈ മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എനാൻഷ്യോമേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ എന്താണ്? വ്യത്യാസമാണ്. അപ്പോൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് റെസൊല്യൂഷൻ നടത്തുക എന്നുള്ളത്. റെസൊല്യൂഷൻ നടത്തുന്നതിനുള്ള ഏറ്റവും ആദ്യത്തെ മെത്തേഡാണ് മെക്കാനിക്കൽ സെപ്പറേഷൻ. നമുക്ക് 4 മെത്തേഡുകളാണ് റെസൊല്യൂഷന് പഠിക്കാനുള്ളത്. മെക്കാനിക്കൽ സെപ്പറേഷൻ, ബയോകെമിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ്, പിന്നെ ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്ക്, അതായത് സെലക്റ്റീവ് അഡ്സോർപ്ഷൻ മെത്തേഡ്. ഇങ്ങനെ 4 ടെക്നിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എന്തായാലും ചോദിക്കും, നിർബന്ധമായിട്ടും കണ്ടുവരാറുള്ളൊരു ക്വസ്റ്റ്യനാണ് റെസൊല്യൂഷൻ ഓഫ് റെസമിക് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. എസ്സേയിലാണ് ചോദിക്കാറ് സാധാരണഗതിയിൽ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ മെത്തേഡാണ് മെക്കാനിക്കൽ സെപ്പറേഷൻ. പാസ്റ്റർ ആണ് ആദ്യമായിട്ട് റെസൊല്യൂഷൻ്റെ ടെക്നിക്ക് കൊണ്ടുവന്നത്. 1848 ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനാൻഷ്യോമേഴ്സിൻ്റെ ക്രിസ്റ്റൽ ഷേപ്പിൽ വ്യത്യാസമുള്ള ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും കൈ കൊണ്ട് എടുത്തിട്ട്. അതായത് ഡി എനാൻഷ്യോമറിൻ്റെയും എൽ എനാൻഷ്യോമറിൻ്റെയും ഷേപ്പിൽ എന്തുണ്ടായിരിക്കും? ക്രിസ്റ്റൽ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരുപോലെയുള്ള ക്രിസ്റ്റൽ ഷേപ്പ് ഉള്ളതിന് ഒരു ഭാഗത്തേക്കും അത് അങ്ങനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരുപോലെയുള്ള ക്രിസ്റ്റൽ ഷേപ്പുകളൊക്കെ നമ്മൾ വേർതിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഡി ആയിരിക്കും, ഒന്ന് എൽ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രിസ്റ്റൽ ഷേപ്പിൽ വ്യത്യാസമുള്ള എനാൻഷ്യോമേഴ്സിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ എന്താണ് മെക്കാനിക്കൽ മെത്തേഡ് ഓഫ് സെപ്പറേഷന് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പാസ്റ്റർ സെപ്പറേറ്റ് ചെയ്തത് 1848 അദ്ദേഹം സെപ്പറേറ്റ് ചെയ്തത് റെസമിക് സോഡിയം അമോണിയം ടാർട്ടറേറ്റിനെയാണ്. റെസമിക് സോഡിയം അമോണിയം ടാർട്ടറേറ്റിനെ ഡിയും എല്ലും ആക്കിയിട്ട് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു, മാറ്റി. ഡിയും എല്ലും ആക്കിയിട്ട് മാറ്റി, സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, അതാണ് മെക്കാനിക്കൽ സെപ്പറേഷൻ. മെക്കാനിക്കൽ സെപ്പറേഷനിൽ ഒന്നുമില്ല, 2 എനാൻഷ്യോമേഴ്സിനും വെൽ ഡിഫൈൻഡ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനെ പ്ലസ് ഫോമും മൈനസ് ഫോമും സിമ്പിളായിട്ട് കൈകൊണ്ട് അതിനെ മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് എനാൻഷ്യോമേഴ്സിന് മാത്രമേ അത്തരം വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള
സെപ്പറേറ്റബിൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എനാൻഷ്യോമേഴ്സിനെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ജനറലൈസ്ഡ് മെത്തേഡ് അല്ല മെക്കാനിക്കൽ സെപ്പറേഷൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് സെപ്പറേറ്റ് ചെയ്തത് സോഡിയം അമോണിയം ടാർട്ടറേറ്റിനെയാണ്. പാസ്റ്ററാണ് 1848 ചെയ്തത്. അപ്പോൾ ഇതിന് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ മെക്കാനിക്കൽ സെപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എസ്എ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം കേട്ടോ. അടുത്ത അപ്പോൾ മെക്കാനിക്കൽ സെപ്പറേഷൻ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ വ്യത്യാസമുള്ളതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത മെത്തേഡിന് വേണ്ടിയിട്ട് വീണ്ടും അദ്ദേഹം സെർച്ച് ചെയ്യുകയുണ്ടായി. അങ്ങനെ അടുത്ത മെത്തേഡാണ് ബയോകെമിക്കൽ സെപ്പറേഷൻ. 1848 മെക്കാനിക്കൽ സെപ്പറേഷൻ നടത്തിയതിന് ശേഷം 10 വർഷത്തിന് ശേഷമാണ് ബയോകെമിക്കൽ സെപ്പറേഷൻ നടത്തുന്നത്. ഈ ബയോകെമിക്കൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റെസമിക് മിക്സ്ചറിലേക്ക് ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ഇഞ്ചെക്റ്റ് ചെയ്യും. നമ്മൾ റെസമിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഡിയും ഉണ്ടായിരിക്കും എല്ലും ഉണ്ടായിരിക്കും. ഈ ഡിയും എല്ലും കൂടിയുള്ള റെസമിക് മിക്സ്ചറിലേക്ക് ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ഇഞ്ചെക്റ്റ് ചെയ്യും. വെറുതെ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ഇഞ്ചെക്റ്റ് ചെയ്യുകയല്ല. ഈ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു എനാൻഷ്യോമറിനെ ഇൻടേക്ക് ചെയ്യും, അതായത് അത് ഭക്ഷിക്കും. മറ്റേ എനാൻഷ്യോമറിനെ എന്ത് ചെയ്യുന്നു, അവിടെ വെക്കും. അതായത് അതിന് ഇഷ്ടമുള്ള ഒരു എനാൻഷ്യോമറിനെ അത് ഭക്ഷിച്ചിട്ട് മറ്റേ എനാൻഷ്യോമറിനെ അവിടെ വെക്കും. അതാണ് എന്ത് ബയോകെമിക്കൽ സെപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് it is possible to isolate one of the enantiomers of a racemic mixture by selective destruction of the other through biochemical process. ഓക്കെ, സെലക്റ്റീവ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ അതർ, അത് തന്നെയാണ് ഈ മെത്തേഡിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എനാൻഷ്യോമറിനെ നമ്മൾ എന്ത് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം. ഒരു എനാൻഷ്യോമർ നമുക്ക് കിട്ടില്ല. ഓക്കെ, അതുപോലെ this method is based on the fact that when certain microorganisms such as yeast, molds or bacteria are allowed to grow in the solution of a racemic mixture, they selectively assimilate one form leaving the other in solution. അത് ഒന്നിൻ്റെ മുകളിൽ അസിമിലേറ്റ് ചെയ്യുക മീൻസ് ഇൻടേക്ക് ചെയ്യുന്നു, എന്നിട്ട് മറ്റേതിന് എന്ത് ചെയ്യുന്നു, സൊല്യൂഷനിൽ അവിടെ നിലനിർത്തുന്നു. ദ ഐസോമർ ലെഫ്റ്റ് ഇൻ ദ സൊല്യൂഷൻ ക്യാൻ ബി ഐസൊലേറ്റഡ് ബൈ ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഞാൻ പറഞ്ഞു. ഇവിടെ ആദ്യമായിട്ട് ബയോകെമിക്കൽ മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്തത് DL ടാർട്ടാറിക് ആസിഡ്, അതായത് ടാർട്ടാറിക് ആസിഡിൻ്റെ റെസമിക് മിക്സ്ചറിനെയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, അദ്ദേഹം സെപ്പറേറ്റ് ചെയ്തത് ബയോകെമിക്കൽ മെത്തേഡ് വഴി. ഈ DL ടാർട്ടാറിക് ആസിഡിലേക്ക് പെൻസിലിയം ഗ്ലൈക്കം എന്ന് പറയുന്ന ഒരു മോൾഡിനെ ഇഞ്ചെക്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൻസിലിയം ഗ്ലൈക്കം എന്ന് പറയുന്ന മോൾഡ് ഡി ടാർട്ടാറിക് ആസിഡിനെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്തിട്ട് L ടാർട്ടാറിക് ആസിഡിനെ ആ സൊല്യൂഷനിൽ ലീവ് ചെയ്തു. ഓക്കെ, അതായത് പെൻസിലിയം ഗ്ലൈക്കം ആരെയാണ് അസിമിലേറ്റ് ചെയ്യുന്നത്, ഡി ടാർട്ടാറിക് ആസിഡിനെയാണ് അസിമിലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു. 1/2 ഓഫ് ദ മെറ്റീരിയൽ ഹാസ് ടു ബി സാക്രിഫൈസ്ഡ്. രണ്ടാമത്തത്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഫൈൻഡ് ദ പ്രോപ്പർ ഓർഗാനിസം വിച്ച് വിൽ കൺസ്യൂം വൺ എനാൻഷ്യോമർ ഇൻ പ്രിഫറൻസ് ടു ദ അതർ. അതായത് നമ്മുടെ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ അങ്ങനെ, അതായത് ഒന്നിനെ മാത്രം ഭക്ഷിച്ച് മറ്റേതിനെ അവിടെ വെറുതെ വിടുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്, ബുദ്ധിമുട്ടാണ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ എടുത്തിരിക്കുന്നത് കെമിക്കൽ കോമ്പൗണ്ട് ആണല്ലോ. ഈ കെമിക്കൽ കോമ്പൗണ്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കുന്നതാണെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. എനാൻഷ്യോമേഴ്സ് വിച്ച് ആർ പോയിസണസ് ടു മൈക്രോ ഓർഗാനിസംസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ദിസ് മെത്തേഡ്. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡ് അതും പാസ്റ്റർ തന്നെയാണ്. ആ മൂന്നാമത്തെ മെത്തേഡാണ് കെമിക്കൽ മെത്തേഡ്. അതാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ദ കെമിക്കൽ മെത്തേഡ് ഓഫ് റെസൊല്യൂഷൻ ഇൻവോൾവ്സ് കൺവേർട്ടിംഗ് ദ റെസമിക് മിക്സ്ചർ ഓഫ് എനാൻഷ്യോമേഴ്സ് ഇൻറ്റു എ മിക്സ്ചർ ഓഫ് ഡയസ്റ്റീരിയോമറിക് ഡെറിവേറ്റീവ്സ് ബൈ ട്രീറ്റിംഗ് വിത്ത് സ്യൂട്ടബിൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് റിയേജൻറ്റ്. അപ്പോൾ കെമിക്കൽ മെത്തേഡിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒപ്റ്റിക്കലി ആക്റ്റീവ് റിയേജൻറ്റുമായിട്ട് ഈ റെസമിക് മിക്സ്ചറിനെ എന്ത് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഡയാസ്റ്റീരിയോമറിക് പ്രോഡക്റ്റ് ആയിരിക്കും. ഈ ഡയാസ്റ്റീരിയോമറിക് പ്രോഡക്റ്റ് കിട്ടിയാൽ വളരെ എളുപ്പമാണ് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ. കാരണം എന്താ, എനാൻഷ്യോമേഴ്സിൻ്റെ പോലെയല്ല ഡയാസ്റ്റീരിയോമറിക്
ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഡയാസ്റ്റീരിയോമേഴ്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ വ്യത്യാസമാണ്. എനാൻഷ്യോമേഴ്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഡയാസ്റ്റീരിയോമറിക് ഡെറിവേറ്റീവ്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ വ്യത്യാസമായതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. The diastereomers thus obtained may be easily separated, taking advantage of the difference in their physical properties and then converted back to original enantiomers. Okay. എക്സാമ്പിൾ ലാക്റ്റിക് ആസിഡിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റെസമിക് ലാക്റ്റിക് ആസിഡിനെ എൽ ബ്രൂസിൻ എന്ന് പറയുന്ന ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ള റിയേജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇതാണ് DL ലാക്റ്റിക് ആസിഡാണ് നമ്മൾ റെസമിക് മിക്സ്ചർ. ഈ റെസമിക് മിക്സ്ചറിനെ എൽ ബ്രൂസിൻ എന്ന് പറയുന്ന ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയാസ്റ്റീരിയോമറിക് ഡെറിവേറ്റീവ്സ് ആണ് കിട്ടുക. ഓക്കെ, എൽ ബ്രൂസിൻ ഡി ലാക്റ്റേറ്റും എൽ ബ്രൂസിൻ എൽ ലാക്റ്റേറ്റും ഇത് എക്സ്ട്രാ ഔട്ടോ, കാരണം ഇത് ആസിഡാണ്, ഇത് ബേസാണ്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എസ്റ്റർ അല്ലെങ്കിൽ സാൾട്ടാണ് കിട്ടുക. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണഗതിയിൽ എങ്ങനെയാണ് ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ നടത്തിയിട്ട് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും, എൽ ലാക്റ്റിക് ആസിഡും എൽ ബ്രൂസിനും ഡി ലാക്റ്റിക് ആസിഡും എൽ ബ്രൂസിനുമായിട്ട് അത് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ കെമിക്കൽ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പാസ്റ്റർ തന്നെയാണ് കെമിക്കൽ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കെമിക്കൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് റെസമിക് മിക്സ്ചറിനെ ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യിച്ചിട്ട് ഡയാസ്റ്റീരിയോമർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഡയസ്റ്റീരിയോമറിനെ നമ്മൾ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുള്ള വ്യത്യാസം ഉപയോഗപ്പെടുത്തിയിട്ട് അതിനെ എനാൻഷ്യോമേഴ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എക്സാമ്പിൾ DL ലാക്റ്റിക് ആസിഡിനെ എൽ ബ്രൂസിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൽ ബ്രൂസിൻ ഡി ലാക്റ്റേറ്റ്, എൽ ബ്രൂസിൻ എൽ ലാക്റ്റേറ്റ് എന്ന് പറയുന്ന ഡയാസ്റ്റീരിയോമറിക് മിക്സ്ചറാണ് നമുക്ക് ലഭിക്കുക. അതിന് നമ്മൾ ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷനും അതുപോലെ ഹൈഡ്രോളിസിസും നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ലാക്റ്റിക് ആസിഡിൻ്റെ എനാൻഷ്യോമേഴ്സ് ആക്കിയിട്ട് എൽ ലാക്റ്റിക് ആസിഡും ഡി ലാക്റ്റിക് ആസിഡുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, എൽ ബ്രൂസിനെ റീജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സെലക്റ്റീവ് അഡ്സോർപ്ഷൻ ആണ്. അതിന് മുന്നേ നമ്മൾ കുറച്ച് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ DL acids may also be resolved by conversion into diastereomeric salts, and for this bases such as L-quinine, D-cinchonine, L-strychnine എക്സെട്ര മേ ബി യൂസ്ഡ്. അതായത് നമ്മളിപ്പോൾ എൽ ബ്രൂസിൻ ഉപയോഗിച്ചില്ലേ, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസസിൻ്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, this method can also be applied for resolution of a DL base via its conversion into diastereomeric salt with a suitable optically active acid like D-tartaric acid. ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ലാക്റ്റിക് ആസിഡിനെ ആയിരുന്നു നമ്മൾ സെപ്പറേറ്റ് ചെയ്തത്. ലാക്റ്റിക് ആസിഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ബേസാണ് ഉപയോഗിച്ചത്. എൽ ബ്രൂസി എന്ന് പറയുന്നത് ബേസാണ്. ഇനി നമുക്ക് ബേസിനെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ബേസിക് ആയിട്ടുള്ള ഒരു റെസമിക് മിക്സ്ചറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള റെസമിക് മിക്സ്ചറിനെ ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിച്ചാൽ മതി. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആസിഡാണ് D-tartaric ആസിഡ്. ഓക്കെ, അതുപോലെ DL ആൽക്കഹോൾ ക്യാൻ ബി റിസോൾവ്ഡ് ബൈ എസ്റ്ററിഫിക്കേഷൻ ഇൻ ടു ഡയാസ്റ്റീരിയോമേഴ്സ് വിത്ത് ആൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആസിഡ്. ആൽക്കഹോളിനെ നമുക്ക് എന്ത് ചെയ്യാം, റെസമിക് ആൽക്കഹോളിനെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ കെമിക്കൽ മെത്തേഡാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് സെലക്റ്റീവ് അഡ്സോർപ്ഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ഇതൊരു ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്കാണ്. നിങ്ങൾ സെക്കൻഡ് സെമ്മിലോ ഫസ്റ്റ് സെമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ട് ക്രോമറ്റോഗ്രാഫി എന്താണെന്നുള്ളത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കോളം ക്രോമറ്റോഗ്രാഫിയാണ്. ഈ കോളം ക്രോമറ്റോഗ്രാഫിയിൽ നമുക്ക് റെസമിക് മിക്സ്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്രോമറ്റോഗ്രാഫിക് കോളത്തിൽ എടുക്കുന്നു. റെസൊല്യൂഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ പാസിംഗ് എ സൊല്യൂഷൻ ഓഫ് റെസമിക് മിക്സ്ചർ ത്രൂ എ ക്രോമറ്റോഗ്രാഫിക് കോളം ഓഫ് എ ഫൈൻലി ഡിവൈഡഡ് ഒപ്റ്റിക്കലി ആക്റ്റീവ് അഡ്സോർബൻറ്റ് സച്ച് ആസ് സ്റ്റാർച്ച്, സെല്ലുലോസ് ഓർ കോഡ്സ്. അതായത് നമ്മൾ ഒരു കോളം സങ്കല്പിക്കാം, ഒരു ക്രോമറ്റോഗ്രാഫിക് കോളം. ഈ ക്രോമറ്റോഗ്രാഫിക് കോളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, നമ്മൾ ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് അഡ്സോർബൻറ്റ്
അഡ്സോർബൻ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഏതിൻ്റെ മുകളിലാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത് അതിനെ അഡ്സോർബൻ്റ് എന്ന് വിളിക്കും. ഏതിനാണോ അഡ്സോർപ്ഷൻ സംഭവിക്കുന്നത് അതിനെ നമ്മൾ അഡ്സോർബേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കോളം, നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ വോളിയോമെട്രിക് അനാലിസിസ് ചെയ്തപ്പോൾ ബ്യൂററ്റ് എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടാവും. ഈ ബ്യൂററ്റ് ആണ് ഒരു കോളായിട്ട് സങ്കല്പിക്കുക. ഒരു കോളം സങ്കല്പിക്കുക, ഒരു ബ്യൂററ്റ് സങ്കല്പിക്കുക. ഈ ബ്യൂററ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒപ്റ്റിക്കലി ആക്റ്റീവ് അഡ്സോർബൻ്റ് സച്ച് ആസ് സ്റ്റാർച്ച്, സെല്ലുലോസ് ഓർ കോഡ്സ്. സ്റ്റാർച്ചോ സെല്ലുലോസോ അല്ലെങ്കിൽ കോഡ്സൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏതെങ്കിലും ഒന്ന് ഈ ബ്യൂററ്റിൽ എടുക്കുക. അതിനെ നമ്മൾ അഡ്സോർബൻ്റ് എന്നാണ് വിളിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബ്യൂററ്റിൻ്റെ മുകളിലൂടെ ഈ റസമിക് മിക്സ്ചറിനെ ഒഴിച്ചു കൊടുക്കുക. ഈ ഒഴിച്ചു കൊടുക്കുമ്പം ഡി എനാൻഷ്യോമർ അഡ്സോർബ് ചെയ്യുന്ന സ്പീഡിലായിരിക്കില്ല എൽ എനാൻഷ്യോമർ അഡ്സോർബ് ചെയ്യുക. ഓക്കെ, അഡ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ അഡ്സോർപ്ഷൻ നടക്കുക, അതാണ് പറ്റിപ്പിടിക്കുക, അതാണ് എന്ത് അഡ്സോർപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കോളത്തിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർച്ച്, സെല്ലുലോസ് പോലെയുള്ള ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റിയേജൻ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ കോളത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു റസമിക് മിക്സ്ചറിന് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വ്യത്യാസമുള്ള, അതായത് അഡ്സോർപ്ഷൻ്റെ റേറ്റ് ഡി എനാൻഷ്യോമറിനും എൽ എനാൻഷ്യോമറിനും വ്യത്യാസമായിരിക്കും. ഇങ്ങനെ ഈ അഡ്സോർപ്ഷനിലുള്ള റേറ്റ് കാരണം ഇത് വ്യത്യസ്ത സ്ഥലത്തായിരിക്കും അഡ്സോർബ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതാണ് ബ്യൂററ്റിൻ്റെ കോളം എന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ടാവും ബ്യൂററ്റിന്, ഇങ്ങനെയാണ് ബ്യൂററ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർച്ചസ് അല്ലെങ്കിൽ സെല്ലുലോസ് പോലെയുള്ള അഡ്സോർബിങ് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ അഡ്സോർബൻ്റ് എന്ന് വിളിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? റസമിക് മിക്സ്ചർ ആഡ് ചെയ്യാണ്. റസമിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഡിയും ഉണ്ടായിരിക്കും, എല്ലും ഉണ്ടായിരിക്കും. ഈ ഡിയും എല്ലും അടങ്ങിയ റസമിക് മിക്സ്ചർ ഈ കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഡി എനാൻഷ്യോമറിൻ്റെ റേറ്റ്, ഈ കോളത്തിലുള്ള സാധനങ്ങളിൽ പറ്റിപ്പിടിക്കാനുള്ള റേറ്റ് ഡി എനാൻഷ്യോമറിന് കൂടുതലാണ് എങ്കിൽ ഡി എനാൻഷ്യോമർ പെട്ടെന്ന് അഡ്സോർപ്ഷൻ നടക്കും. ഈ എൽ എനാൻഷ്യോമറിന് കുറവാണെങ്കിൽ അത് പെട്ടെന്ന് ഇതിലൂടെ വന്നിട്ട് എൽ എനാൻഷ്യോമർ അതിനേക്കാളും താഴെയായിരിക്കും അഡ്സോർബ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സ്യൂട്ടബിൾ എല്യൂവൻ്റ്, അതായത് അതിന് എല്യൂഷൻ എന്നാണ് പറയുക. നമ്മൾ ഈ കോളത്തിൽ നിന്നും ആ അഡ്സോർബ് ചെയ്ത സാധനങ്ങളെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിന് എല്യൂഷൻ എന്നാണ് പറയുക. അപ്പോൾ സ്യൂട്ടബിൾ എല്യൂവൻ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ എൽ എനാൻഷ്യോമറാണ് താഴെ ഇരിക്കുന്നതെങ്കിൽ അത് ആദ്യം പുറത്തേക്ക് വരും, പിന്നെ ഡി എനാൻഷ്യോമറും പുറത്തേക്ക് വരും. ഓക്കെ, അതാണ് എന്ത് സെലക്റ്റീവ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിന് എക്സാമ്പിളാണ് റസമിക് ക്യാംഫർ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു ഇറ്റ്സ് എനാൻഷ്യോമേഴ്സ് യൂസിങ് ഡി ലാക്ടോസ് ആസ് ദ അഡ്സോർബൻ്റ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? റസമിക് ക്യാംഫർ നമ്മൾ ആദ്യം ബ്യൂററ്റ് എടുക്കുന്നു. ഇതാണ് ഒരു ബ്യൂററ്റ് നിങ്ങൾ ലാബിലൊക്കെ കയറിയാൽ കാണും. നമ്മൾ ലാബ് ചെയ്യാനുണ്ട് വോളിയോമെട്രിക് അനാലിസിസ്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്യൂററ്റ് എടുക്കുന്നു. ബ്യൂററ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി ലാക്ടോസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന അഡ്സോർബൻ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ കർപ്പൂരം, അതാണ് ക്യാംഫർ എന്ന് ഉദ്ദേശിക്കുന്നത്. റസമിക് ക്യാംഫർ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ റസമിക് ക്യാംഫറിൽ ഡി ക്യാംഫറും ഉണ്ടാകും, എൽ ക്യാംഫറും ഉണ്ടാവും. ഡി ക്യാംഫറിൻ്റെ സ്പീഡും എൽ ക്യാംഫറിൻ്റെ സ്പീഡും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യാം? നമുക്ക് റിസോൾവ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സെലക്റ്റീവ് അഡ്സോർപ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ, ദ ഡി എൽ സിസ്റ്റം ഓഫ് സ്പെസിഫയിങ് കോൺഫിഗറേഷൻ. ഓക്കെ, റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ആണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾ ആകെ ഓർത്ത് വെക്കേണ്ടത് ദിസ് ഡി, ക്യാപിറ്റൽ ഡി ആൻഡ് ക്യാപിറ്റൽ എൽ. ഈ ക്യാപിറ്റൽ ഡിയും ക്യാപിറ്റൽ എല്ലും സ്മോൾ ഡിയും സ്മോൾ എല്ലും തമ്മിൽ എന്തില്ല? ബന്ധമില്ല. സ്മോൾ ഡിയും സ്മോൾ എല്ലും നമ്മളെ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ പോസിറ്റീവാണോ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ അല്ല ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ എന്ന് പറയുന്നതാണ് സ്മോൾ ഡിയും സ്മോൾ എല്ലും. എന്നാൽ ക്യാപിറ്റൽ ഡിയും ക്യാപിറ്റൽ എല്ലും നമ്മളെ
കോമ്പൗണ്ടുകളുടെ റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് സ്മോൾ ഡി എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ക്യാപിറ്റൽ ഡി. ദിസ് സ്മോൾ ഡി മീൻസ് configuration, and this capital D means configuration, and a small d means dextro or leave, that represents dextro അല്ലെങ്കിൽ ക്ലോക്ക് ഡയറക്ഷനിലുള്ള സ്പെസിഫിക് റൊട്ടേഷൻ ഇതൊക്കെയാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഡിയും എല്ലും തമ്മിൽ, അതായത് ക്യാപിറ്റൽ ഡിയും ക്യാപിറ്റൽ എല്ലും ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം സ്മോൾ ഡി ആൻഡ് സ്മോൾ എൽ. ഓക്കെ, അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. The term configuration refers to the specific spatial arrangement of atoms or groups that characterizes a particular stereoisomer. അതിലൊന്നും ഞാൻ സമയം കളയുന്നില്ല, കാരണം കോൺഫിഗറേഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, കോൺഫിഗറേഷൻ്റെ ഡെഫിനിഷൻ. ഇനി എന്താണ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ? അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ അറേഞ്ച്മെൻ്റ് ആണ്. ഒരു മോളിക്യൂളിൽ എങ്ങനെയാണോ ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ. ദ ടേം അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ മീൻസ് ദ ആക്ച്വൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഇൻ സ്പേസ് ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റീരിയോഐസോമർ. ഇനി റിലേറ്റീവ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് എ particular stereoisomer assigned relative to the spatial arrangement of atoms or groups of the stereoisomers of another compound chosen as arbitrary standard. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു കോമ്പൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യും. ആ കോമ്പൗണ്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വേറെ മോളിക്യൂൾസിൻ്റെ, വേറെ കോമ്പൗണ്ടുകളെ എന്ത് പറയുന്നു, കോൺഫിഗറേഷൻ എന്താണ് എന്ന് പറയുന്നു, റിലേറ്റ് ചെയ്ത് പറയുന്നു. അതാണ് റിലേറ്റീവ് കോൺഫിഗറേഷൻ. നമ്മൾ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യും. ഈ സെലക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള സ്റ്റീരിയോ ഐസോമേഴ്സിൻ്റെ ഒക്കെ കോൺഫിഗറേഷൻ റിലേറ്റ് ചെയ്ത് പറയുന്നു. അതിനെയാണ് റിലേറ്റീവ് കോൺഫിഗറേഷൻ എന്ന് പറയുക. അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്ച്വൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഇൻ സ്പേസ് ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റീരിയോ ഐസോമർ. അത് ആ സ്റ്റീരിയോ ഐസോമറിൻ്റെ ശരിക്കുള്ള അറേഞ്ച്മെൻ്റ് ആണ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി once the absolute configuration of the standard gets established without any doubt by some very reliable method, all the configuration assigned to the stereoisomers of other compounds relative to that of standard become the absolute configurations of those isomers. Okay, ഒരിക്കൽ നമ്മൾ ഒരു സ്റ്റീരിയോ ഐസോമറിൻ്റെ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. ബാക്കി ഓൾ ദ കോൺഫിഗറേഷൻസ് അസൈൻ ടു ദ സ്റ്റീരിയോ ഐസോമേഴ്സ് ഓഫ് അതർ കോമ്പൗണ്ട്സ് റിലേറ്റീവ് ടു ദാറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ബിക്കം ദ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻസ് ഓഫ് ദോസ് ഐസോമേഴ്സ്. അപ്പം ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള സ്റ്റീരിയോ ഐസോമേഴ്സിൻ്റെ കോൺഫിഗറേഷൻ കണ്ടുപിടിക്കുന്നു എങ്കിൽ അതെല്ലാം അബ്സല്യൂട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഡി എൽ എന്ന് പറയുന്ന നൊട്ടേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഡി എൽ നൊട്ടേഷനാണ് നമ്മൾ റിലേറ്റീവ് കോൺഫിഗറേഷൻ പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എനാൻഷ്യോമേഴ്സ് ഓഫ് ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വ്യത്യാസം, ഒന്നിൽ OH ഗ്രൂപ്പ് ഈ സൈഡിലാണെങ്കിൽ ഒന്നിൽ ഈ സൈഡിലാണ് ഹൈഡ്രജൻ. ഇതാണ് ലാക്റ്റിക് ആസിഡിലുള്ള ഐസോമേഴ്സ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് കോൺഫിഗറേഷനും അബ്സല്യൂട്ട് കോൺഫിഗറേഷനൊക്കെ അസൈൻ ചെയ്യാമെന്ന് വിചാരിക്കാം. അതായത് നമ്മൾ 20-ാം നൂറ്റാണ്ടിൽ ഈ സയൻറ്റിസ്റ്റുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു, ഈ പ്ലസും മൈനസ് എനാൻഷ്യോമേഴ്സിൻ്റെ കോൺഫിഗറേഷൻ കറക്റ്റായിട്ട് ദേ വെയർ അവെയർ ഓഫ് the possible configuration of 1 and 2 shown in figure 2.24, the plus and minus enantiomers of lactic acid, but they were unable to decide which was which. Okay, അപ്പോൾ പ്ലസും മൈനസും എനാൻഷ്യോമർ അറിയാം, പക്ഷേ ഏതാണ് എന്നുള്ളത് അവർക്ക്, ഏതാണ് ക്യാപിറ്റൽ ഡി ഏതാണ് ക്യാപിറ്റൽ എൽ എന്നുള്ളത് അവർക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ പോലെയുള്ള ടെക്നിക്സ് ഒന്നും എന്തായിരുന്നില്ല, അന്ന് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റോസനോഫ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹം പ്രപ്പോസ് ചെയ്തൊരു മെത്തേഡാണ്. ഒരു സ്പെസിഫിക് ആയിട്ടൊരു കോമ്പൗണ്ട് ആദ്യം സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് ഇന്നതാണ്, അത് ഡി ആണ് അല്ലെങ്കിൽ അത് എൽ ആണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ അതിനൊരു കോൺഫിഗറേഷൻ അസൈൻ ചെയ്യുന്നു. ഓക്കെ, ആദ്യം നമ്മളൊരു സ്പെസിഫിക് കോമ്പൗണ്ട് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മളതിന് എന്ത് ചെയ്യുന്നു, ആർബിട്രറി ആയിട്ട് ഒരു കോൺഫിഗറേഷൻ അതിന് അസൈൻ ചെയ്യുന്നു. അദ്ദേഹം സെലക്ട് ചെയ്ത ആ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഗ്ലിസറാൾഡിഹൈഡ് ആയിരുന്നു. കാരണം ഈ 20-ാം നൂറ്റാണ്ടിലൊക്കെ അന്ന് കൂടുതലായിട്ട് നമ്മൾ ഡീൽ ചെയ്തിരുന്ന സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഷുഗറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ടുകളായിരുന്നു മെയിനായിട്ട് അന്ന് അവർ ഡീൽ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഗ്ലിസറാൾഡിഹൈഡിന് ഷുഗറുമായിട്ട് എന്തുണ്ട്, ഷുഗറിൻ്റെ സ്ട്രക്ചറുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ട്. ഷുഗർ നിങ്ങൾ ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും സ്ട്രക്ചറുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയൊക്കെ സ്ട്രക്ചറിൽ CH2OH CHOയും അതുപോലെ ഈ CHOH എന്ന് പറയുന്ന ഈ നടുവിലുള്ള പോർഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് എന്ത്, ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ റോസനോഫ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഗ്ലിസറാൾഡിഹൈഡിന് എന്ത് ചെയ്തു, ആർബിട്രറി ആയിട്ട് അതിനെ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പം നമുക്കറിയാം പ്ലസ് ഗ്ലിസറാൾഡിഹൈഡ് ഉണ്ട്, മൈനസ് ഗ്ലിസറാൾഡിഹൈഡ് ഉണ്ട്. പ്ലസ് ഗ്ലിസറാൾഡിഹൈഡ് റൊട്ടേറ്റ് ദ പ്ലെയിൻ ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ടു റൈറ്റ് ആൻഡ് മൈനസ് ഗ്ലിസറാൾഡിഹൈഡ് റൊട്ടേറ്റ് ദ പ്ലെയിൻ ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ടു ലെഫ്റ്റ്. ഇത്രയേ ഉള്ളൂ പ്ലസും മൈനസും, അല്ലെങ്കിൽ സ്മോൾ ഡിയും സ്മോൾ എല്ലും. ഇതിന് ക്യാപിറ്റൽ ഡിയും ക്യാപിറ്റൽ എല്ലും കോൺഫിഗറേഷൻസ് അസൈൻ ചെയ്യുകയാണ് റോസനോഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ചെയ്തത്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു, ഈ പ്ലസ് ഗ്ലിസറാൾഡിഹൈഡിന് ഡി എന്നും മൈനസ് ഗ്ലിസറാൾഡിഹൈഡിന് എൽ എന്നും പേര് അസൈൻ ചെയ്തു, ഡിയും എല്ലും. ഓക്കെ, പ്ലസ് ഗ്ലിസറാൾഡിഹൈഡിന് ക്യാപിറ്റൽ ഡി എന്നും മൈനസ് ഗ്ലിസറാൾഡിഹൈഡിന് ക്യാപിറ്റൽ എൽ എന്നും അസൈൻ ചെയ്തു. ദിസ് ക്യാപിറ്റൽ ഡി ആൻഡ് ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നതിന് സ്മോൾ ഡിയും സ്മോൾ എല്ലുമായിട്ട് ബന്ധമൊന്നുമില്ല, അതാദ്യം ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം അതിന് അസൈൻ ചെയ്തു. എന്നിട്ട് ഡി ഗ്ലിസറാൾഡിഹൈഡിൽ നിന്ന് ഉണ്ടാകുന്നതിനൊക്കെയും, ഫോർ എക്സാമ്പിൾ ഈ ഗ്ലിസറാൾഡിഹൈഡിനെ മെർക്കുറിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലിസറിക് ആസിഡാണ് പ്രൊഡക്റ്റ് കിട്ടുക. ഓക്കെ, ഗ്ലിസറിക് ആസിഡാണ് പ്രൊഡക്റ്റ് കിട്ടുക. ഗ്ലിസറാൾഡിഹൈഡിനെ മെർക്കുറിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലിസറിക് ആസിഡ് പ്രൊഡക്റ്റ് കിട്ടും. ഈ ഡി ഗ്ലിസറാൾഡിഹൈഡിൽ നിന്നും നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഗ്ലിസറിക് ആസിഡ് ആയിരുന്നു. ഈ ഗ്ലിസറിക് ആസിഡിന് അദ്ദേഹം ഡി ഗ്ലിസറാൾഡിഹൈഡിൽ നിന്ന് ഉണ്ടായതായതുകൊണ്ട് അതിനെ ഡി ഗ്ലിസറിക് ആസിഡ് എന്ന് വിളിച്ചു. ഓക്കെ, ഇനി എൽ ഗ്ലിസറാൾഡിഹൈഡിൽ നിന്നും ഉണ്ടായ ഗ്ലിസറിക് ആസിഡിനെ അദ്ദേഹം എന്ത് വിളിച്ചു, എൽ ഗ്ലിസറിക് ആസിഡ് എന്ന് വിളിച്ചു. അതായത് ഡി ഗ്ലിസറാൾഡിഹൈഡിനെ റിയാക്ഷൻ നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന ഒപ്റ്റിക്കൽ ആക്റ്റീവ് ഐസോമേഴ്സിനെയൊക്കെ അദ്ദേഹം എന്ത് കോൺഫിഗറേഷൻ കൊടുത്തു, ക്യാപിറ്റൽ ഡി കോൺഫിഗറേഷൻ കൊടുത്തു. അതുപോലെ ക്യാപിറ്റൽ എൽ ഗ്ലിസറാൾഡിഹൈഡിൽ നിന്നും ഉണ്ടാക്കുന്ന ഒപ്റ്റിക്കൽ ഐസോമേഴ്സിനൊക്കെ അദ്ദേഹം എന്ത് കോൺഫിഗറേഷൻ കൊടുത്തു, ക്യാപിറ്റൽ എൽ കോൺഫിഗറേഷൻ കൊടുത്തു. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണ്, ഈ ഗ്ലിസറാൾഡിഹൈഡിൽ നിന്നും ഉണ്ടായ ഗ്ലിസറിക് ആസിഡ് ലീവോ റൊട്ടേറ്ററി ആണ്. അതുപോലെ ഈ ഗ്ലിസറാൾഡിഹൈഡിൽ നിന്നുണ്ടായ ഗ്ലിസറിക് ആസിഡ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും തമ്മിൽ ബന്ധമില്ല, ക്യാപിറ്റൽ എല്ലും സ്മോൾ എല്ലും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്നത്. ഓക്കെ, അതായത് relative configuration could then be assigned to other compounds with the glyceraldehyde as standard. അദ്ദേഹം എന്ത് ചെയ്തു, ഗ്ലിസറാൾഡിഹൈഡിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് അതിന് ഡിയും എല്ലും കോൺഫിഗറേഷൻസ് ആർബിട്രറി ആയിട്ട് അസൈൻ ചെയ്തു. എന്നിട്ട് ആ അസൈൻ ചെയ്തതിനെ സ്റ്റാൻഡേർഡായിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൽ നിന്നും ഉണ്ടാവുന്നതിനൊക്കെയും അതിൻ്റെ കോൺഫിഗറേഷൻ അസൈൻ ചെയ്തു. ഓക്സിഡേഷൻ ഓഫ് ഡി പ്ലസ് ഗ്ലിസറാൾഡിഹൈഡ് വിത്ത് മെർക്കുറിക് ഓക്സൈഡ് gives minus glyceric acid. Since no configurational change can be expected at the central carbon,
Therefore, minus glyceric acid is also called D. Okay. ഇതാണ് ഡി പ്ലസ് ഗ്ലിസറാൽഡിഹൈഡും അതുപോലെ ഡി മൈനസ് ഗ്ലിസറിക് ആസിഡും. ഇത് ആസിഡ് ആക്കിയിട്ട് മാറ്റി വായിക്കണം കേട്ടോ. ഡി ഗ്ലിസറിക് ആസിഡിൽ നിന്ന് മാറ്റി വായിക്കണം. ഇവിടെ ഡി പ്ലസ് ഗ്ലിസറാൽഡിഹൈഡിൽ നിന്നും നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്താണ്? ഡി മൈനസ് ഗ്ലിസറാൽഡിഹൈഡ്. കോൺഫിഗറേഷൻ സെയിം ആണ്, സ്പെസിഫിക് റൊട്ടേഷൻ വ്യത്യാസമുണ്ട്. ഓക്കെ. Thus, any compound that can be prepared from or converted into D plus glyceraldehyde will belong to the D series. Similarly, any compound that can be prepared from or converted into L minus glyceraldehyde will belong to L series. Okay. ഇങ്ങനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ അസൈൻ ചെയ്യുന്നത്, ഡി സീരീസും എൽ സീരീസും. അതായത് നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കുന്നതെങ്കിൽ ദാറ്റ് ബിലോങ്സ് ടു ഡി സീരീസ്. OH ഗ്രൂപ്പ് ഇവിടെ, ഹൈഡ്രജൻ ഇവിടെ. ഇനി അതല്ല നമുക്ക് OH ഗ്രൂപ്പ് ഇപ്പുറത്തും ഹൈഡ്രജൻ ഇപ്പുറത്തും കിട്ടുന്നതാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എൽ സീരീസ്. ഓക്കെ. അതുപോലെ നമ്മൾ ലാക്റ്റിക് ആസിഡിൻ്റെ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ കോൺഫിഗറേഷണൽ റെപ്രസെൻറ്റേഷൻസ് ഡി ആൻഡ് എൽ ബിയർ നോ റിലേഷൻഷിപ്പ് വാട്ട്സ് ഓവർ വിത്ത് ദ നൊട്ടേഷൻസ് ഡി ആൻഡ് എൽ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഡയറക്ഷൻ ഓഫ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻസ്. അത് എന്ത് തന്നെ ആയാലും ഇത് തമ്മിൽ എന്തില്ല, ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ലാക്റ്റിക് ആസിഡിൻ്റെത് ഇതുപോലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിലും OH റൈറ്റ് സൈഡിലും വരുന്ന അതായതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി ലാക്റ്റിക് ആസിഡ് എന്ന് വിളിക്കുന്നു. അതുപോലെ എൽ ലാക്റ്റിക് ആസിഡ് ആണെങ്കിൽ ഹൈഡ്രജൻ റൈറ്റ് സൈഡിലും OH ലെഫ്റ്റ് സൈഡിലും ആയിരിക്കും. ഓക്കെ. കോൺഫിഗറേഷണൽ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ വേരിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ക്യാൻ ദസ് ബി എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ കൺവേർഷൻസ് വിച്ച് ഡു നോട്ട് ഇൻവോൾവ് ക്ലീവേജ് ഓഫ് എനി ബോണ്ട് ടു ദ ചിറൽ സെൻറ്റർ, and this has been applied to several types of compounds such as acid, sugars, amino acids, etc. അപ്പോൾ നമ്മൾ പല ആസിഡുകൾക്കും ഷുഗറുകളുടെയും അമിനോ ആസിഡിൻ്റെയൊക്കെ കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പക്ഷേ ഇതിൻ്റെയൊക്കെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലിസറാൽഡിഹൈഡാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലിസറാൽഡിഹൈഡും അതിനോട് ബന്ധമുള്ളതും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഇങ്ങനെയൊരു കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം കൂടി മൊത്തമായിട്ട് ജനറലായിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഇജോവെറ്റ് വാസ് ഏബിൾ ടു ഡിറ്റർമൈൻ ദ ആക്ച്വൽ കോൺഫിഗറേഷൻ ഓഫ് പ്ലസ് ടാർട്ടാറിക് ആസിഡ് ബൈ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി. വേറൊരു റോസനോഫ് ആണ് നേരത്തെ പറഞ്ഞ സയൻറ്റിസ്റ്റ്. ഇപ്പോഴത്തെ സയൻറ്റിസ്റ്റ് ഇജോവെറ്റ്. അദ്ദേഹത്തിന് പ്ലസ് ടാർട്ടാറിക് ആസിഡിൻ്റെ കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാൻ സാധിച്ചു. ഒരു എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് ടെക്നിക്ക് വഴി അദ്ദേഹം പ്ലസ് ടാർട്ടാറിക് ആസിഡിൻ്റെ കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാൻ സാധിച്ചു. ഈ പ്ലസ് ടാർട്ടാറിക് ആസിഡിൻ്റെ കോൺഫിഗറേഷൻ അദ്ദേഹം അസൈൻ ചെയ്തതും നമ്മുടെ റോസനോഫിൻ്റെ ഗ്ലിസറാൽഡിഹൈഡ് കോൺഫിഗറേഷൻ വഴി പ്ലസ് ടാർട്ടാറിക് ആസിഡിൻ്റെ കോൺഫിഗറേഷൻ അസൈൻ ചെയ്തതും സെയിം ആയിരുന്നു. അതായത് റോസനോഫിൻ്റെ ഗ്ലിസറാൽഡിഹൈഡ് കോൺഫിഗറേഷൻ അസൈൻ ചെയ്തത് വളരെ കറക്റ്റാണ് എന്ന് സ്ഥാപിക്കാൻ ഇജോവെറ്റിന് സാധിച്ചു. ഓക്കെ. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാം? ഗ്ലിസറാൽഡിഹൈഡിൻ്റെത് ശരിക്കും അതിൻ്റെ അബ്സല്യൂട്ട് കോൺഫിഗറേഷനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്ലൂക്കോസ് അതുപോലെ ഷുഗർ, അമിനോ ആസിഡ് പോലെ ഗ്ലിസറാൽഡിഹൈഡിനോട് നിന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ ഗ്ലിസറാൽഡിഹൈഡ് ആക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിന് ശേഷം ഒരുപാട് സ്റ്റഡീസൊക്കെ നടന്നു. ആ സ്റ്റഡീസിൽ നിന്നും ക്യാൻ ഇൻഗോൾഡ് പ്രലോഗ് എന്ന് പറയുന്നൊരു റൂള് ഒറിജിനേറ്റ് ചെയ്തു. അത് വെച്ചിട്ട് നമുക്ക് ഓരോ ഒപ്റ്റിക്കൽ ഐസോമറിൻ്റെയും അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മളെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഇന്ന് നമ്മൾ പറഞ്ഞത്. റെസിമൈസേഷൻ, അതുപോലെ റെസൊല്യൂഷൻ ടെക്നിക്സ്, ഡി ആൻഡ് എൽ എനാൻഷ്യോമസ്, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സ്റ്റീരിയോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.